വേദാന്ത പരിഭാഷാ ഗ്രന്ഥത്തിൽ പുരുഷാർത്ഥ നിരൂപണം ചെയ്യുകയാണ്. ഇഹ ഖലു ധർമ്മ അർത്ഥ കാമ മോക്ഷാഖ്യേഷു ചതുർവിധ പുരുഷാർത്ഥേഷു മോക്ഷയേവ പരമപുരുഷാർത്ഥഃ. ഈ ഗ്രന്ഥത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇത് 4 പുരുഷാർത്ഥങ്ങളാണ്. ഈ 4 പുരുഷാർത്ഥങ്ങളിൽ വെച്ച് ചതുർവിധ പുരുഷാർത്ഥേഷു മോക്ഷയേവ പരമപുരുഷാർത്ഥഃ. ഈ 4 പുരുഷാർത്ഥങ്ങളിൽ വെച്ച് പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷം മാത്രമാണ്. ധർമ്മം, അർത്ഥം, കാമം ഇത് 3ഉം പരമപുരുഷാർത്ഥമല്ല. മോക്ഷം എന്തുകൊണ്ട് പരമപുരുഷാർത്ഥമായി എന്നതിൻ്റെ ഉത്തരമാണ് അടുത്ത വരിയിൽ പറയുന്നത്. ന സ പുനരാവർത്തതേ എന്ന് ചാന്തോഗ്യോപനിഷത്തിലെ ഒരു ശ്രുതി പറയുകയാണ്. ന സ പുനരാവർത്തതേ, അതായത് മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥം നിത്യമാണ്. മോക്ഷം നേടിയിട്ടുള്ളവർക്ക് പുനരാവൃത്തി ഇല്ല, അതായത് വീണ്ടും പുനർജന്മമില്ല, അവർക്ക് വീണ്ടും സംസാരപ്രാപ്തിയില്ല. ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ, ആ സംസാരത്തിൻ്റെ പ്രാപ്തി വീണ്ടും അവർക്ക് ഇല്ല. അപ്പോൾ മോക്ഷം എന്ന ഫലം നിത്യമാണ്. മറ്റു 3 കൊണ്ട് നേടുന്ന ഫലങ്ങളും ധർമ്മം, അർത്ഥം, കാമം ഇവ കൊണ്ട് നേടുന്ന ഫലം അനിത്യമാണ്. മോക്ഷം എന്ന ഫലം നിത്യമായതുകൊണ്ടാണ് അതിനെ പരമപുരുഷാർത്ഥമെന്ന് പറയുന്നത്. ന സ പുനരാവർത്തതേ ഇതി ശ്രുത്യ തസ്യ നിത്യത്വാവഗമാത്. ന സ പുനരാവർത്തതേ എന്ന ശ്രുതി കൊണ്ട് മോക്ഷം നിത്യമാണ് എന്ന് അറിയുന്നു. ഇതരേഷാം ത്രയാണാം, മറ്റു 3 ധർമ്മം, അർത്ഥം, കാമം പ്രത്യക്ഷേണ തദ്യഥാ ഇഹ കർമ്മചിത്തോ ലോകഃ ക്ഷീയത്തെ ഏവമേവാമുത്ര പുണ്യചിത്തോ ലോകഃ ക്ഷീയത്തെ ഇത്യാദി ശ്രുത്യാച അനിത്യത്വാവഗമാത്. ധർമ്മം, അർത്ഥം, കാമം ഈ 3 കാര്യങ്ങൾ, ഈ 3 കൊണ്ടും നേടുന്ന ഫലം അനിത്യമാണ്. അതിന് ശ്രുതിയും പ്രമാണമാണ്, അതുപോലെ പ്രത്യക്ഷവും പ്രമാണമാണ്. അർത്ഥം കൊണ്ടും, അർത്ഥം ധനമാണ്, ധനം കൊണ്ടും കാമം കൊണ്ടും നേടുന്ന ഫലം അനിത്യമാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാം. എന്നാൽ ധർമ്മം കൊണ്ട് നേടുന്നത്, ധർമ്മം പുണ്യം, പുണ്യം കൊണ്ട് നേടുന്ന ഫലം, സ്വർഗാദി ഫലങ്ങൾ നിത്യമാണ് എന്നാണ് ഏവരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഫലവും അനിത്യമാണ് എന്ന് ശ്രുതി പറയുകയാണ്. തദ്യഥായിക കർമ്മചിത്തോ ലോകഃ ക്ഷീയത്തെ, ഈ ലോകത്ത് ലൗകികമായിട്ടുള്ള കർമ്മങ്ങൾ വഴി നേടുന്ന ഫലങ്ങൾ അനിത്യമാണ്. ഏവമേവ, അതുപോലെ തന്നെ അമുത്ര പരലോകത്ത്, സ്വർഗാദി ലോകത്ത് പുണ്യചിത്തോ ലോകഃ ക്ഷീയത്തെ, പുണ്യം അല്ലെങ്കിൽ ധർമ്മം കൊണ്ടാണ് സ്വർഗാദി ലോകങ്ങളുടെ പ്രാപ്തി ഉണ്ടാകുന്നത്. ആ ഫലവും അനിത്യമാണ്. എന്തുകൊണ്ടാണ് അനിത്യമായിട്ടുള്ളത്? കർമ്മജന്യമായതൊക്കെയും അനിത്യമാണ്. കർമ്മം എന്നുള്ളത് കൊണ്ട് ഒരു നിത്യമായ ഫലത്തെ നമുക്ക് നേടാൻ കഴിയില്ല. കർമ്മം കൊണ്ട് നേടുന്നതൊക്കെയും അനിത്യമാണ്. കർമ്മം ഒരിക്കലും നിത്യമായിട്ടുള്ള ഒരു ഫലത്തെ നൽകുന്ന ഒന്നല്ല. ശങ്കരാചാര്യർ തന്നെ പറയുന്നുണ്ട് മുണ്ടകോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ, സർവം തു കർമ്മ അനിത്യസ്യൈവ സാധനം, എല്ലാ തരത്തിലുള്ള കർമ്മവും അനിത്യത്തിൻ്റെ സാധനമാണ്, അനിത്യമായിട്ടുള്ള ഫലങ്ങളെ നൽകുന്നവയാണ്. സച ബ്രഹ്മജ്ഞാനാൻ ഇതി ബ്രഹ്മ തജ്ഞാനം തത് പ്രമാണഞ്ച സപ്രപഞ്ചം നിരൂപ്യത്തെ. തുടക്കത്തിൽ പറഞ്ഞു ന സ മോക്ഷയേവ പരമപുരുഷാർത്ഥഃ എന്ന്. ആ മോക്ഷയേവ പരമപുരുഷാർത്ഥഃ എന്ന വാക്യത്തിന് ശേഷം ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന സച ബ്രഹ്മജ്ഞാനാത് മോക്ഷയേവ പരമപുരുഷാർത്ഥഃ. മോക്ഷം പരമപുരുഷാർത്ഥമാണ്. സച, ആ മോക്ഷം, പരമപുരുഷാർത്ഥമായിരിക്കുന്ന ആ മോക്ഷം ബ്രഹ്മജ്ഞാനാത്, ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് ലഭിക്കുന്നത്. ബ്രഹ്മ തജ്ഞാനം തത് പ്രമാണഞ്ച സപ്രപഞ്ചം നിരൂപ്യതേ. അപ്പോൾ ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് മോക്ഷം കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മം, അതുപോലെ തജ്ഞാനം, ബ്രഹ്മജ്ഞാനം, തത് പ്രമാണം, ബ്രഹ്മപ്രമാണം ഇത് 3ഉം സപ്രപഞ്ചം നിരൂപ്യതേ വളരെ വിസ്തരിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. തത്ര